പ്രേക്ഷകരെ, അപ്പോൾ ഈ മണിക്കൂർ ആരംഭിക്കുമ്പോഴും നമ്മൾ പോകുന്നത് ഏറ്റവും വലിയ ഇപ്പോൾ ലോകം ഒരുപാട് കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ഭാഗത്തൊരു യുദ്ധം നടക്കുന്നുണ്ട്, റഷ്യ യുക്രൈൻ യുദ്ധം. അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് അവസാനിപ്പിക്കാൻ ഇനി ഇടപെടാത്ത രാജ്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ രണ്ടുപേരുടെയും സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ യുദ്ധം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു യുദ്ധം, ഏറെക്കുറെ ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു സംഘർഷം എത്തി നിൽക്കുന്നു എന്നുള്ളത്. ഈ രണ്ട് രാജ്യങ്ങൾ, ഇസ്രായേലും ഇറാനും, ആ രണ്ട് രാജ്യങ്ങളെയും വയ്ക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും അത് ഈ വളരെ ആശങ്കയോട് കൂടി മാത്രം നോക്കിക്കാണുന്ന ഒന്നാണ്. കാരണം ഈ ലോകത്തെ തന്നെ യുദ്ധഭീതിയിലാക്കാൻ പോകുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും. അതുകൊണ്ട് തന്നെ ആ സംഘർഷം രൂക്ഷമാകുന്നത് ഈ എല്ലാ രാജ്യങ്ങളുടെയും നെഞ്ചുരുപ്പ് കൂട്ടുന്നതുമാണ്. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് ഇപ്പോൾ ഇറാൻ കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. ടെല്ലവീവിലും ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടത്തിയതാണ് റിപ്പോർട്ട്. ടെല്ലവീവിലേക്ക് 100ഓളം മിസൈലുകൾ വർഷിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത്. യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന ഇറാനിയൻ റിപ്പോർട്ട് ഇസ്രായേൽ തള്ളിയിട്ടുണ്ട്. ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നു. ഗൗതം അമ്രകുഞ്ചമുണ്ട് നമുക്കൊപ്പം തത്സമയം വിവരങ്ങളുമായി. ഗൗതം, ഗുഡ് മോർണിംഗ്. ഈ മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ വിത്ത് പാകി ആ യുദ്ധം, ഈ ഇസ്രായേൽ ഇറാൻ പോരാട്ടം, അത് ഓരോ നിമിഷവും മൂർച്ഛിക്കുന്നു എന്ന വാക്കുകൾ പുറത്തു വരുന്നുണ്ട്. ജെറുസലേമിൽ വമ്പൻ സ്ഫോടനം നടന്നതായി വിവരങ്ങൾ വരുന്നു. ഈ ടെല്ലവീവിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു. ജനവാസ മേഖലകളിലേക്ക് മിസൈലുകൾ പതിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ മനുഷ്യന് നാശമുണ്ടാക്കുന്ന രീതിയിൽ, മനുഷ്യ ഹൃദയങ്ങളിൽ അശാന്തി വിതയ്ക്കുന്ന രീതിയിൽ ഇത് വലിയൊരു യുദ്ധമായി പരിണമിക്കുകയാണോ? ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് യുദ്ധമുഖത്ത് നിന്നും, ഗൗതം? ഇത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, അത് യുദ്ധമുഖത്ത് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. യുദ്ധസമാനമായ സാഹചര്യം ഒരുപക്ഷെ ഇപ്പോൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ യുദ്ധമായി മാറാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ഇത് മനുഷ്യജീവനെ അപഹരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് യാതൊരു തരത്തിലും ഗുണം ചെയ്യാത്ത യുദ്ധക്കെടുതിയുടെ വാർത്ത പരിശോധിക്കുമ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളിൽ പുറത്തു വരുന്നത്, കഴിഞ്ഞ ദിവസം നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇറാൻ മിസൈലുകൾ ആക്രമണത്തിൽ ഇസ്രായേലിൽ 40 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അനൗദ്യോഗികമായ ഒരു റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേലിൽ നിന്നുള്ള ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിലവരുടെ സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും 320-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമുള്ള ഒരു കണക്ക് ഇപ്പോൾ അനൗദ്യോഗികമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തുവിടുകയാണ്. അതായത് മനുഷ്യർ ഇരുവശത്തും കൊല്ലപ്പെടുന്നു, മരിച്ചു വീഴുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടാണ് 100-ൽ കുറയാത്ത മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക്, ടെല്ലവീവിലേക്ക് അയക്കുന്നത്. അതിനുശേഷം മറുപടി ഉണ്ടാകുന്നു. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള മേഖലകൾ, എയർപോർട്ടിന് സമീപം, മെഹ്റാബാദ് എയർപോർട്ടിന് സമീപം ആക്രമണം ഉണ്ടായതായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണത്തിനായിരുന്നു പിന്നീട് ഓപ്പറേഷനിലൂടെ ഇറാൻ മറുപടി നൽകുന്നത്. ആ ഓപ്പറേഷൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വിശദാംശങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നിലവിൽ ഇപ്പോഴും ടെഹ്റാനിൽ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. മനസ്സിലാക്കുന്നതനുസരിച്ച് പുലർച്ചെയും ഇപ്പോൾ ആക്രമണം തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇസ്രായേൽ മറുപടി നൽകുകയാണ് ഇറാന് എന്നതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയായി നമുക്ക് വിലയിരുത്താനാകുക. എന്തായാലും ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ആക്രമണം പകൽ സമയത്ത് പുലർച്ചെയും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. ഇനി മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളാണ് ഏറെ ഗൗരവതരമായ കാര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിനിൽ നിന്നൊക്കെ നമ്മൾ സൂചിപ്പിച്ചു പോയതാണ്. നിലവിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിൽ നിന്നുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം എന്ന നിലയിൽ CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന ഏത് രാജ്യവും ഇറാൻ്റെ ശത്രുപക്ഷത്ത് ആയിരിക്കും, അവരും ടാർഗറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഗുരുതരമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഇറാനിൽ നിന്നുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന റിപ്പോർട്ട്
റിപ്പോർട്ട് ചെയ്യുന്നു CNN. അവർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ നൽകുന്ന റിപ്പോർട്ടിനകത്താണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇറാന് സംഭവിച്ചിട്ടുള്ള നഷ്ടം, അതിനെതിരെയുള്ള ഒരു വൈകാരികമായ പ്രതികരണം എന്ന നിലയിൽ കൂടി അതിനെ വിലയിരുത്തിയാൽ പോലും ഗൗരവതരമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്, ഒരു പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് കാനഡൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഒരു നിരാശാജനകമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലും സമാധാനം പാലിക്കണം എന്നാവശ്യപ്പെട്ട് കാർണെ രംഗത്തെത്തിയിട്ടുണ്ട്. കാർണെ സൂചിപ്പിക്കുന്നത് സമാധാനമാണ് ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത്, ചർച്ചകളിലൂടെ ഈ വിഷയം പരിഹരിക്കപ്പെടണം, അതിനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് വ്യക്തമാക്കുന്നു. മറുവശത്ത് ഇന്ത്യ ഇടപെടുന്നു. ഇന്ത്യയും സമാനമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്, ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഒരു ഇസ്രായേലി സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പുറത്തു വന്നിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതായും കെട്ടിടങ്ങൾ തകർന്നതായും ജനവാസ മേഖലയെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു ആക്രമണം നടന്നത് എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനും അതേ നിലപാടിലാണ് തുടരുന്നത്. അപ്രതീക്ഷിതമായ ആക്രമണം ഇറാന് ആണവശക്തി സ്വാംശീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നതിനുള്ള അധികാരമുണ്ട് എന്നും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും അത് മറ്റു രാജ്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയും സൃഷ്ടിക്കുന്നില്ല എന്നും പിന്നെ എന്തിനാണ് ഇറാനെ ആക്രമിച്ചത് എന്നുമുള്ള ചോദ്യം ബാക്കിയാകുന്നു. ഒപ്പം തന്നെ അവരുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായക പങ്കുവച്ച ആളുകളെയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ നഷ്ടത്തിന് കണക്ക് തീർക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഇറാനിയൻ പരമാധികാരി അയത്തുള്ള ഖമനേയി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഒപ്പം ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക എടുക്കുന്ന നിലപാട് ഇരു രാജ്യങ്ങളിൽ നിന്നും സമദൂര നിലപാട് സ്വീകരിക്കുക, ഇരു രാജ്യങ്ങളെയും ഒരേ രീതിയിൽ തള്ളിപ്പറയുക എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന പക്ഷേ ഗൗതം അപ്പോഴും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നുള്ള ട്രംപിന്റെ വാക്കുകൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മെഡിറ്ററേനിയൻ സീയിലേക്ക് അവർ ഈ കപ്പലുകൾ വിന്യസിച്ചതായുള്ള വാർത്തകളുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. തീർച്ചയായിട്ടും സേതു, ഈ പശ്ചാത്തലം തന്നെ പരിശോധിക്കുമ്പോൾ സേതു സൂചിപ്പിച്ച ഈ ഒരു പ്രതികരണം വരുന്ന ഒരുപക്ഷെ ഒരു 2 ആഴ്ച പിന്നിടുമ്പോഴാണ് ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നത് ഏറ്റവും വിലയിരുത്തപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായി നിലനിൽക്കുന്നുണ്ട്. അന്ന് ട്രംപ് നടത്തിയ ഈ പ്രതികരണത്തെ, വൈറ്റ് ഹൗസ് നടത്തിയ പ്രതികരണത്തെ ഇറാനിയൻ പരമാധികാരി അയത്തുള്ള ഖമനേയി ആ നിലയിൽ തന്നെ കാണുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇറാന് മേൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് മറ്റ് രാജ്യങ്ങൾക്കൊന്നും നിലവിൽ അവസരം നൽകുന്നില്ല എന്നും ഗസയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ അമേരിക്കൻ നിലപാട് കൃത്യമായി വ്യക്തമാക്കാത്തതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കാത്തവരൊന്നും തന്നെ ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണത്തെ സംബന്ധിച്ചുള്ള, ടെഹ്റാനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടതില്ല. ശരി ഗൗതം, അങ്ങനെ അവിടെ ആ ഒരു ഏറെക്കുറെ യുദ്ധസമാന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇവിടെ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ ഒരു സംഘർഷം അതിൻ്റെ വ്യാപ്തി കൂടുന്നത് നമ്മളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക, നമ്മളെ കൂടുതൽ ആശങ്കയിലാക്കുക. നമുക്കറിയാവുന്ന പോലെ ഒരുപാട് പ്രവാസികളുണ്ട് ഈ 2 രാജ്യങ്ങളിലുമായി. ഈ ഞങ്ങൾ പഠിക്കാൻ പോയ കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ മാത്രമല്ല ഈ 2 രാജ്യങ്ങളുമായി ഇന്ത്യ പുലർത്തുന്നത് വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സംഘർഷ സാഹചര്യം അത് ഇന്ത്യയെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മുടെയൊക്കെ പ്രതികരണങ്ങൾ, ഈ എസ് ജയശങ്കറിൻ്റെ ആവട്ടെ, ബെഞ്ചമിൻ നെതന്യാഹുവിനുമായുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണമാകട്ടെ, ഒക്കെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത്, 2 രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കയാണ് ഈ 2 രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നത്.